ആദിലയുടെ ഇപ്പോഴത്തെ പുതിയ ചീന ഷോയാണ് ബിഗ് ബോസിലിപ്പോൾ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദില എന്തായാലും ചീന ഷോ കാണിച്ച് പട്ടി ഷോ കാണിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക എന്നാണ് ആദിലയുടെ ഒരു വിചാരം. ബിഗ് ബോസ് വീട്ടിൽ ആദില കാണിച്ചു കൂട്ടുന്നത് കാണാൻ തീരെ താല്പര്യമില്ലാതെ തന്നെയായി. സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ അതോ ജോലി ചെയ്യാതെ ചുമ്മാ ഒതുങ്ങിക്കെട്ടി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാണെങ്കിലും പ്രേക്ഷക പ്രീതി വളരെയധികം പോയി കിട്ടി. പ്രേക്ഷകപ്രീതിയോടെ വോട്ടിംഗ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിന്നിരുന്ന ആദില ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് എത്തിപ്പോയി. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പെട്ടിയും കിടക്കിയെടുത്ത് പുറത്തു പോകാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആദില നിൽക്കുന്നത്. ഒരു അനീഷ് കുഴിച്ച കുഴിയിൽ ആദില വീണതാണോ എന്നും സംശയമുണ്ട്. പലതരത്തിൽ ഒരാഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും അനീഷ് വന്ന് സംസാരിക്കുന്നു. ആദില പല രീതിയിലും പ്രവോക്ക് ചെയ്തിട്ടാണ് ആദില സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അനീഷ് പുറത്താക്കാൻ വേണ്ടിയുള്ള അനീഷിൻ്റെ ഗെയിം പ്ലാനാണോ ഇത് എന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വോട്ടിങ്ങിൽ വളരെയധികം ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവരെ ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ എന്ന് ആക്ഷേപിച്ച ആ ഒരു സമയം മുതൽ ആദില നൂറ എന്നുള്ള ആ 2 വ്യക്തികൾക്ക് വോട്ടിംഗ് നിലയിൽ നല്ല മാറ്റമാണ് ഉണ്ടായിരുന്നത്. അവർ നല്ല രീതിയിലുള്ള എല്ലാവർക്കും അവരോടൊരു സഹതാപം വരികയും വോട്ടിംഗ് വളരെയധികം കൂടുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിന്നും 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ആദില ചെയ്തിരിക്കുന്നത്. ഇനിയും 5-ാം സ്ഥാനത്ത് നിന്നും ലാസ്റ്റ് സ്ഥാനത്തേക്കുള്ള ആ ഒരു കുതിച്ച് ഇറങ്ങിച്ചാട്ടത്തിനും ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ്. ഈ വീക്കിൽ എന്തായാലും 2 പേര് എവിക്റ്റഡ് ആകും. ഇപ്പോൾ ഒരാൾ സാബുമാൻ, അല്ലാന്നുണ്ടെങ്കിൽ അഭിലാഷ്, പിന്നെ ഒരാൾ കൂടെ പോകുന്നത് എന്തായാലും ആദില തന്നെ ആയിരിക്കണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്. പേഴ്സണലി പാത്രം കഴുകേണ്ട ഡ്യൂട്ടി ശരിക്കും ആദിലയുടേതാണ്. അപ്പോൾ സ്വന്തം ഡ്യൂട്ടി താൻ ചെയ്തിരുന്നെങ്കിൽ മറ്റൊരാൾ വന്ന് ആദില പാത്രം കഴുകൂ എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സ്വന്തം ഡ്യൂട്ടി ചെയ്യാതെ മടി പിടിച്ച് ഒരുങ്ങിക്കെട്ടിയിരുന്ന് ചിലപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ചർച്ചകളൊക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പ് ചർച്ചകളിൽ പങ്കെടുത്ത ശേഷമാണ് ആദിലയ്ക്ക് ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചത്. എന്തായാലും ആദില ഇത് പുറത്തു പോകാൻ വേണ്ടിയുള്ള അഹങ്കാരം തന്നെയാണ് താങ്കൾക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് എന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ ആ ഒരു വാക്കിനോട് അർത്ഥവത്തുള്ളൊരു വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദിലെ പോലുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ കയറ്റാൻ പാടില്ല, വീട്ടിൽ കയറ്റത്തില്ല. അത് ശരി തന്നെയാണ്. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ഒരു വാക്കാണ് ആദില ഫേക്കാണ്. ആദിലയുടെ ചീന ഷോ, പട്ടി ഷോയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.